ഈ വിവാഹ ജീവിതേ സന്തോഷമാകണമെങ്കിലുണ്ടല്ലോ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒത്തിരി ഡൈവോഴ്സ് കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കൂലേ, അതെന്താ കാരണം, ആ പെണ്ണിൻ്റെ ഭാഗത്താണോ പോലും തെറ്റ്, അല്ലെങ്കിൽ ചിലർ ചെറുക്കൻ്റെ ഭാഗത്താ തെറ്റ് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. പക്ഷേ അതിൻ്റെ അകത്ത് സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അത് പുറത്ത് പറയാൻ ആരും ആഗ്രഹിക്കുകയില്ല, ഇല്ലേ? പലപ്പോഴും അത് എന്നാ ഓരോരുത്തർ അവനവനെ പരസ്പരം പഴിചാരി അങ്ങ് രക്ഷപ്പെടാൻ ശ്രമിക്കുക ചെയ്യുന്നത്, അല്ലേ? പക്ഷേ വിവാഹ ജീവിതത്തിലുണ്ടല്ലോ സന്തോഷത്തോടെ കഴിയണമെങ്കിൽ കുറച്ച് കുറച്ച് ട്രിക്കുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഏത് ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കോളും. ആദ്യമേ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് പറ്റിയ ബന്ധുതയാണോ നമ്മൾ ചിന്തിക്കണം. കല്യാണത്തിന് മുൻപ്, അതായത് തലയിൽ എണ്ണയൊക്കെ തേച്ച് തുളസിക്കതിരും ചൂടി എന്നാ പറയണേ പാവാടയും ബ്ലൗസും ഇട്ട് നടക്കുന്ന ഒരു പെൺകൊച്ച് ടൗണിൽ ഒരു പയ്യനെ കല്യാണം കഴിക്കുമ്പോൾ അവന് ആഷ്ബൂഷായിട്ട് നടക്കുന്ന പെൺകൊച്ചായിരിക്കും ഇഷ്ടം. അല്പവസ്ത്രധാരിയായ തലേ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല പറപ്പിച്ച് നടക്കുന്ന പെൺകൊച്ചിനെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഈ പെൺകൊച്ചിന് ഈ നാട്ടിൻപുറത്തുകാരിക്ക് തന്നെ വമ്പിച്ച സ്ത്രീധനം കൊടുക്കുന്ന ഓർത്തോണ്ട് അതിന് വന്ന് കല്യാണവും കഴിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനം ആ പെൺകുട്ടിയുടെ രീതികളൊന്നും ആ ചെറുക്കന് ഇഷ്ടപ്പെടാതെ വരികയും അവസാനം അത് വഴക്കിലായി വക്കാണത്തേലായി ഡൈവോഴ്സിലേക്ക് ആകുകയും ചെയ്യും. എന്നാൽ നാട്ടിൻപുറത്തെ ചെറുക്കൻ ഇങ്ങനെ ആഷ്ബൂഷായിട്ടൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചാലോ ആ കുട്ടിക്ക് ഈ വീട്ടിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതും വിവാഹ പരാജയത്തിലേക്കാവും, ഇല്ലേ? ഇത് ഒന്നാമത്തെ ഒരു കാരണമാണ്. ആ സമയത്ത് നമ്മൾക്ക് യോജിച്ച കല്യാണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് പറ്റിയതാണോ പരസ്പരം പറഞ്ഞ് സന്തോഷത്തോടു കൂടി സംസാരിച്ച് അതിലൊരു തീരുമാനം എത്തുക. രണ്ട് കൂട്ടരും കൂടെ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. പകുതി ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കാതിരിക്കുക, എല്ലാം തുറന്ന് സംസാരിക്കുക. വിവാഹം എന്ന് പറയുന്നത് 1-2 ദിവസത്തേനുള്ള അല്ലല്ലോ, അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും തുറന്നേ സംസാരിക്കാവുള്ളൂ. അത് തുറന്ന് സംസാരിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ, അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ നമുക്ക് എന്താ ആഗ്രഹങ്ങളുള്ളതെന്നോ ഇതൊക്കെ അങ്ങ് പറഞ്ഞേക്കുക. അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ പരിഹാരമാകും, ഇല്ലേ? അത് കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും പരസ്പരം പാർട്ട്ണർമാരായിട്ടാണ് ജീവിക്കേണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ പരസ്പരം പറയുക. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പം ചില എന്നാ പറയണേ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവർ പിന്നെ എന്തുണ്ടെങ്കിലും അവിടെ തന്നെ അവർ പറഞ്ഞു തീർക്കുക ചെയ്യുന്നത്. ആ സമയത്ത് ഭാര്യ എന്നാന്ന് പറയണേ വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ കാലുമേ കാലും കയറ്റി വെച്ച് TV-യുടെ റിമോട്ടും പിടിച്ച് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയും ഭർത്താവ് വന്ന് ഒരു ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ആ കുടുംബജീവിതം അലമ്പാകാനുള്ള സാധ്യത കൂടുതലായി തുടങ്ങുന്നു, അല്ലേ? അതായത് നമുക്ക് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഈ ബന്ധം തുറന്നു പോകാനാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ ഭർത്താവ് വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ TV കണ്ടോ, പക്ഷേ ഭർത്താവ് വരുമ്പോൾ എഴുന്നേറ്റ് എന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുന്നേൽക്കെങ്കിലും ചെയ്യാം ഭാര്യമാർക്ക്, അല്ലേ? അത് ഒരു സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ കൂട്ടുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഭാഷയായിട്ട് നമുക്ക് കണക്കാക്കാം. അത് കാണുമ്പോൾ തന്നെ ആ ഭർത്താവിന് ഒരു ഇഷ്ടം അവരോട് തോന്നും, ഇല്ലേ? അങ്ങനെ എണീറ്റ് വന്ന് നിന്ന് നമ്മളോട് സ്നേഹത്തോടെ എഴുതിച്ചു ചായയൊക്കെ കുടിച്ചു, അപ്പോൾ സംസാരിച്ചു, അങ്ങനെയൊക്കെ ആകുമ്പം ആ ബന്ധത്തിന് നല്ലൊരു ദൃഢതയാവും. അതുപോലെ തന്നെ ഭർത്താവാണെങ്കിലും ഭാര്യയോട് ചോദിക്കുന്ന എന്തൊക്കെയാണ് നടന്നത്, എന്നുണ്ട് വിശേഷം, വീട്ടിലെന്തൊക്കെ നടന്നു, കുട്ടികളുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെ പകൽ കിടന്ന് ഉറങ്ങിയോ ഇമ്മ അങ്ങ് ചോദിച്ചാൽ മതി. ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമായിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോഴത്തേനും ആ ഭാര്യയ്ക്കും ആ ഭർത്താവിനോടൊരു സ്നേഹം കൂടുതലായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും അതേപോലെ രാവിലെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും. അല്ലാണ്ട് വീട്ടിലെ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗത്തിന് ഭാര്യേനെ ഉപയോഗിക്കാതിരിക്കുക, തുണി അലക്കാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് ഭാര്യേനെ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഭാര്യ ഒരു ദിവസം ഒരു പാത്രം കഴുകിയില്ല അല്ലെങ്കിൽ തുണി അലക്കിയില്ല എന്നോർത്തോണ്ട് അവളെ ശകാരിക്കാനൊന്നും പോകരുത്. അവളും നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണെന്ന് കണക്കാക്കുക. അതേപോലെ ഭർത്താവ് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നില്ല എങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക. പിറ്റേ അടുത്ത ദിവസം മേടിച്ചുകൊണ്ട് വന്നിരിക്കും. ചിലപ്പോൾ അയാളുടെ കയ്യിൽ പൈസ കാണില്ല. സാധാരണ എല്ലാ ഭർത്താക്കന്മാരുടെയും ഉള്ളിൽ ഒരു കുഴപ്പമുള്ളതിനാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് അവർ പുറത്ത് കാണിക്കില്ല. അവരെന്നെ കാണിക്കുന്നത് വെച്ചാൽ അവരുടെ ഈ പൈസ ഇല്ലാണ്ട് വന്നാൽ പോലും അവർ ഭയങ്കര അഭിമാന ബോധമുള്ളവരായിട്ട് വീട്ടിലേക്ക് കയറി വരുള്ളൂ. അവർ ഇല്ല എന്ന് പറയാൻ ഭയങ്കര മടിയാണ് പല ഭർത്താക്കന്മാരും. അവരപ്പോൾ എന്നാ ചെയ്യും, ഉള്ളത് എങ്ങനെയെങ്കിലും തപ്പി വാരിയൊക്കെ ആണെങ്കിലും കുറച്ച് സാധനങ്ങൾ എന്നാണെങ്കിലും മാസാവസാനം ആകുമ്പോഴത്തേനും മിക്കവരുടെ കയ്യിലും പൈസ തീരുകയും ചെയ്യും, ഇല്ലേ?
എന്ത് പണി ചെയ്യുന്നവരാണെങ്കിലും. അപ്പം നമ്മൾ ഭാര്യമാർ തട്ടിക്കയറുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, കൈ പൈസ ഇല്ലാണ്ടായിരിക്കും മേടിച്ചോണ്ട് വരാത്തെ എന്നിങ്ങനെ ചിന്തിക്കുക. ചില പെണ്ണുങ്ങളുണ്ട് കേട്ടോ, ഈ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിനോ ഒന്നും ഭർത്താക്കന്മാർ ഓർത്തിരുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണം ഭാര്യമാരുണ്ട്. അതൊക്കെ മോശമാണ്. ഇപ്പം കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഭാര്യയുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ഒക്കെ മറന്നു പോകാൻ സ്വാഭാവികം. പണ്ട് കാലത്ത് ഇതൊന്നൊരു ശീലമില്ലാത്ത കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്തല്ലേ ഇതൊക്കെ തുടങ്ങിയത്. അപ്പം മറന്നുപോയിന്നോർത്ത് അതിലൊന്നും പിണക്കേണ്ട കാര്യമില്ല. അപ്പോൾ തമാശേന രൂപേണ ചോദിക്കുക, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓർത്തിരുന്നില്ലല്ലോ എന്നിങ്ങനെ, ഞാൻ പിണക്കോ അങ്ങനെയൊക്കെ പറയാമല്ലോ അല്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അവിടെ ആ സ്നേഹബന്ധം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കും, ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരും ഇല്ലേ. പിന്നെ മറ്റുള്ളവരുടെ കാങ്കൽ വെച്ച് കുറ്റപ്പെടുത്താതിരിക്കുക. മറ്റുള്ളവരുടെ കാങ്ക് വെച്ച് നമ്മുടെ ഭാര്യേനെയും ഭർത്താവിനെയും നമ്മൾ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഭർത്താവിൽ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മുടെ ഭർത്താവിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറയുമ്പം അവർ അതിന് സൊല്യൂഷൻ കണ്ടെത്തില്ല. ഒന്നാമത്തെ കാര്യം, അവരത് വെച്ച് നമ്മളെ മുതലെടുക്കാൻ ചെയ്യും, നമ്മളെ ചൂഷണത്തിന് വിധേയരാക്കുക ചെയ്യുള്ളൂ. അപ്പം നമ്മൾ പരമാവധി ഇങ്ങനെ നമ്മുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മുടെ സുഹൃത്തുക്കളുടെ കാങ്കലിരുന്ന് നമ്മുടെ ഭാര്യനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവൾ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വഴക്കിലേക്ക് തീരുകയുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ കാണാൻ കൊള്ളില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറെ വലിയ സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ പോണ കാണുമ്പോൾ എൻ്റെ ഭാര്യേനെ എടുത്ത് വല്ല തോട്ടിലിടാൻ തോന്നും എന്നൊക്കെ. കാരണം ഇയാളുടെ കൂടെ 10, 25, 30 വർഷം താമസിച്ച ഭാര്യേനെ ആയിരിക്കും ഇയാൾ പറയണത്. ചിലപ്പോൾ 2 ദിവസമാകട്ടെ താമസിച്ച നമ്മുടെ ഭാര്യയാണെങ്കിൽ പോലും അങ്ങനെ പറയാതിരിക്കുക. അതൊക്കെ മഹാമോശമായ വർത്തമാനം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് കുടുംബ ബന്ധത്തിൽ അകൽച്ച ഉണ്ടാകുന്നത്. നമ്മുടെ ഭാര്യ കാണാൻ മോശമാണെങ്കിലും നമ്മുടെ ഭാര്യയായി നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ. അപ്പം നമ്മൾ അവരെ സ്വീകരിക്കാൻ, നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നവരെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഇല്ലേ. ഭാര്യയാണെങ്കിൽ നമ്മൾ ഭർത്താവ് ഏത് ഷേപ്പായി പോയാലും അയാളെ കാണാൻ കൊള്ളില്ലെങ്കിൽ പോലും അയാളെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥയാണ്. അയാളുടെ കുറവുകൾ പല ഭർത്താക്കന്മാരും മദ്യപാന്മാരും അല്ലെങ്കിൽ വേറെ ദുഷിച്ച ഇതിലേക്കും ഒക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭാര്യമാരുടെ സ്വഭാവം സഹിക്കുക വയ്യാതെ വരുമ്പോൾ അവരങ്ങനെ പോകുന്നത്. ഒരു സ്നേഹവും ഇല്ലാത്തപ്പോൾ സ്നേഹം കിട്ടുന്നിടത്ത് അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അത് ഭാര്യയാണേലും ഭർത്താവാണെങ്കിലും അതെ. അപ്പോഴാണ് മൂന്നാമതൊരുത്തൻ അവിടെ കയറി അവരുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാവുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് നല്ല സ്നേഹത്തോടെ നിന്ന് നോക്കി അവിടെ മൂന്നാമനൊരു കയറാനുള്ള ഇട കൊടുക്കാൻ ഇടയില്ലാണ്ട് വരും. നമ്മൾ ഭാര്യ ഭർത്താവും കൂടെ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കേക്ക് ആരും വന്ന് കയറാനാ? ഒരുത്തനും വന്ന് കയറില്ല, ഒരുത്തിയും വന്ന് കയറില്ല. അപ്പം നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ കൂടി കഴിഞ്ഞു പോയിക്കോളും. പരസ്പരം എല്ലാം പങ്കുവെച്ച് ജീവിച്ചു നോക്കിക്കേ. അപ്പം നമ്മുടെ ദാമ്പത്യവും സന്തോഷമായിരിക്കും. കുറ്റപ്പെടുത്തലുകളാണ് പല ബന്ധത്തിനും വിള്ളലുണ്ടാക്കുന്നത്. അപ്പം പരമാവധി കുറ്റപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക. കുറ്റപ്പെടുത്തുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണോ? നമ്മളെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നോ ഉപദേശിക്കുന്നോ നമുക്ക് ഇഷ്ടമാണോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഭർത്താവിന് നമ്മളെ ഉപദേശിക്കാനോ കുറ്റപ്പെടുത്താനോ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വേറെ വീട്ടിൽ ജനിച്ചതാണ്, എൻ്റെ കൂടെ ജീവിതകാലം മുഴുവനുള്ളതാണ്. അപ്പം ഞാനിനെ ചേർത്ത് നിർത്തുക. ഭാര്യയാണെങ്കിലും അതുപോലെ തന്നെ, അവളും വേറെ കുടുംബത്തിലെയാണ്, അവളുടെ ജീവിത സാഹചര്യമല്ല എൻ്റെ വീട്ടിലും എൻ്റെ കൂടെ ഉള്ളപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ ചേർത്ത് നിർത്തുക. പിന്നെ എല്ലാ ഭാര്യമാരും ഒരാഗ്രഹമുണ്ട്, എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നും ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും ഭർത്താവിൻ്റെ കൂടെ ഇച്ചിരി കൊഞ്ചിയിരിക്കണം എന്നൊക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാം ആഗ്രഹമുള്ള, എല്ലാ പെണ്ണുങ്ങൾക്കും തന്നെ ആഗ്രഹമുള്ള. അപ്പം ഭർത്താക്കന്മാർ അതിനും കുറച്ച് സമയം കണ്ടെത്തുക. നമ്മുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. പരസ്പര സ്നേഹം ഉള്ളപ്പോഴല്ലേ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക ആ സ്നേഹം എന്നും അവരെ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ അല്ലാണ്ട് ഒരു നിമിഷത്തിന് മാത്രമല്ല സ്നേഹം, എപ്പോഴും സ്നേഹം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഭാര്യമാരെ ഒരു യാത്ര കൊണ്ടുപോവുകയോ അവരെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ നമ്മുടെ പൈസ ഉള്ള പോലെ നമ്മൾ ചെയ്യുക ഇല്ലേ. അപ്പോഴൊക്കെ പിന്നെ നമ്മുടെ വീട്ടുകാരോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ ഭാര്യയെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ കൂടി നമ്മുടെ ഭാര്യനെ കുറ്റപ്പെടുത്താതിരിക്കുക. സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുക. ഭാര്യയോടും ചോദിക്കുക, അവരോടും ചോദിക്കുക. അമ്മായിയമ്മയും മരുമകളും ഒക്കെയുള്ള പോരാണെങ്കിൽ അമ്മായിയമ്മയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത്, ഭാര്യയോടും ചോദിക്കുക. എന്നിട്ട് ശേഷം നമ്മൾ ഭാര്യയുടെ സൈഡ്, അമ്മയുടെ സൈഡ് എന്നല്ല, അത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം.
അതായത് രണ്ടു പേർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അതിന് പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് ഭാര്യയോട് പറയണം എനിക്കതേ പറ്റുള്ളൂ എന്ന്. എടി അമ്മയുടെ കേക്ക് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നിങ്ങനെ പറഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലാകും. അപ്പോൾ അവിടെ ഭാര്യമാർ ചിലപ്പോൾ നമ്മുടെ സൈഡ് നിന്നിരിക്കും. അല്ലാതെ അവിടെ നമ്മൾ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ പോകരുത്. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങളെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഭാര്യമാർ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് അത് പിടിച്ചു എന്ന് വരില്ല, ഇല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ കൊച്ചു ട്രിക്കിൽ കൂടെ നമ്മുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നേ. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചെറിയ കാര്യത്തിലായിരിക്കും നമ്മുടെ കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ തുടങ്ങുന്നത്. അതെന്താണെന്ന് നോക്കിക്കണ്ടിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഒത്തിരി വളർത്തി വലുതാക്കാതെ നമ്മൾ നോക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ കുടുംബജീവിതം ഉണ്ടല്ലോ ഭയങ്കര സ്നേഹപൂർണ്ണമായിരിക്കും. ഒരിക്കലും ആർക്കും വേർപിരിക്കാൻ പറ്റാത്തതായിരിക്കും. സ്നേഹമാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനം. പിന്നെ ചില ഭാര്യമാരുണ്ട് നല്ല വൃത്തിയുള്ള നീറ്റായി ക്ലീനായി നടക്കാൻ ശ്രമിക്കുക ഭാര്യമാർ. അല്ലാണ്ട് ചില സ്ത്രീകളുടെ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഈ മീനിൻ്റെ മണവും ഒരു തരം അടുക്കളപ്പണി ചെയ്തിട്ട് എല്ലാം ഡ്രസ്സെ തൂത്ത് വെച്ചും അങ്ങനെയൊന്നും വീട്ടിൽ കൂടെ നടക്കാണ്ടിരിക്കുക. നല്ല വൃത്തിക്ക് നടക്കുക. നമുക്കുള്ള ഡ്രസ്സ് നമ്മൾ നീറ്റായി, അത് വില കൂടിയൊന്നും വേണം, നല്ല നീറ്റ് ആൻഡ് ക്ലീനായി നടക്കുക. ഭർത്താവാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇഷ്ടമുള്ളതാണ്, ഇല്ലേ? അതിനൊക്കെ വലിയ പാടുള്ള കേസൊന്നും അല്ലല്ലോ. നല്ല വൃത്തിയായിട്ട് നടക്കണതിനൊക്കെ അങ്ങനെയൊക്കെ നടക്കുക. അത് അങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോഴത്തേനുമില്ല കുടുംബജീവിതം അടിപൊളിയാകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇതൊക്കെയല്ലേ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സംഭവങ്ങളെന്നൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കിക്കേ. അല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സാഹചര്യങ്ങളാണ്. നമ്മൾ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ തൊട്ട് ഇത് നമ്മൾ ചിന്തിച്ചിട്ട് ഇതിനൊക്കെ ആരും നമ്മൾ തയ്യാറാണോ? നമ്മളൊരു ഭാര്യയെ നോക്കാൻ തയ്യാറാണോ? എനിക്ക് എൻ്റെ വരുമാനത്തിൽ നിൽക്കുന്ന ഒരു ഭാര്യയും കൂടെ വന്നാൽ നമ്മുടെ ചിലവുകൾ കൂടുകയാണ്. അതിൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ സാമ്പത്തിക ബാധ്യത കൂടും. അപ്പം അതിനൊക്കെ ഞാൻ റെഡിയാണോ? എങ്കിൽ കല്യാണത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാണ്ട് കല്യാണവും കഴിച്ചിട്ട് പിന്നെ വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, നന്ദി.